ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വേണുവിൻ്റെ വീടാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, രാജുവിൻ്റെ അമ്മയാണ് ഞാനെങ്കിൽ ഉറപ്പായും ഈ വിവാഹം തന്നെ ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയുകയാണ് രാധമ്മ. എങ്കിൽ നമുക്ക് അത് കാണാമെന്ന് വേണുവും രാധമ്മയെ വെല്ലുവിളിക്കുന്നു. തുടർന്ന് രമ്യയോട് ഇത് ഞാൻ വാടകയ്ക്കെടുത്ത വീടാണെന്നും അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയുകയാണ് വേണു. ഇത് കേൾക്കുന്ന രമ്യ പറയുകയാണ്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ കഴുത്തിലൊരു താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് രാജു മാത്രമായിരിക്കും. തുടർന്ന് രമ്യ വീട്ടിൽ നിന്നും ആട്ടിയിറക്കുന്ന വേണുവിനെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. തമ്പുരാട്ടി വിളിച്ചത് പ്രകാരം വീട്ടിലെത്തിയിരിക്കുകയാണ് രാജു. ഞാൻ വിളിപ്പിച്ചത് രാജുവിന് ബുദ്ധിമുട്ടായോ എന്ന് തമ്പുരാട്ടി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് രാജു പറയുന്നു. രാജുവിൻ്റെ അച്ഛൻ വേണു, നിങ്ങളുടെ കുടുംബവുമെല്ലാം ഞങ്ങൾക്ക് എത്ര വിലപ്പെട്ടതാണെന്നേ. രാജുവിന് മനസ്സിലായില്ലെങ്കിലും രാജുവിൻ്റെ അച്ഛൻ വേണുവിന് അത് മനസ്സിലാവുക തന്നെ ചെയ്യും. രാജുവിൻ്റെ അച്ഛനും ഋതികയുടെ അച്ഛനും കൂടിയാണ് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത്. അതും ഞാൻ നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടത്തുന്നത്. ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് വേണുവിനോട് രാജുവിൻ്റെ ഋതികയുടെ വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ. രാജു ഇത്രനാളും ഋതികയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടല്ലേ കൂടെ നടന്നത്. രാജുവിന് ഋതികയോട് സ്നേഹമൊന്നുമില്ലേ? സ്നേഹമുണ്ട് മേഡമെന്ന് രാജു പറയുമ്പോൾ പിന്നെന്താ ഈ കുട്ടിയോട് വിവാഹം നടക്കില്ലെന്ന് പറഞ്ഞതെന്ന് സരസ്വതി തമ്പുരാട്ടി ചോദിക്കുന്നു. രാജു എപ്പോഴും എൻ്റെ മോളുടെ കൂടെ ഒരു ബോഡി ഗാർഡിനെ പോലെ ഉണ്ടായിട്ടല്ലേ എൻ്റെ മോള് രാജുവിനെ സ്നേഹിച്ചത്. അതുകൊണ്ട് രാജു ഇനി എൻ്റെ മോളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാൻ പാടില്ല. മോളെ രാജു തന്നെ വേണം കല്യാണം കഴിക്കാനും. മോളുടെ മനസ്സ് മാറ്റി മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. ഞാനേ ഇവളെങ്ങ് കൊണ്ടുപോകും, തറവാട്ടിലേക്കോ അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കോ. ഇത് കേൾക്കുന്ന രാജു ഞെട്ടലോടെ ഋതികയെ നോക്കുമ്പോൾ തമ്പുരാട്ടി ചോദിക്കുകയാണ്, അല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ രാജു എന്തിനാ ഞെട്ടിയത്? അപ്പോൾ രാജുവിന് മോളോട് സ്നേഹമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അമിതമായ സ്നേഹമുള്ളത് കൊണ്ടാണ് അത് പ്രകടിപ്പിക്കാൻ അറിയാത്തത്. നിങ്ങളുടെ കല്യാണം നടക്കണം. രാജു ഇതിന് എതിരൊന്നും പറയാൻ പാടില്ല. രാജുവിൻ്റെ തീരുമാനം എന്താ? ഇത് കേൾക്കുന്ന രാജു വിവാഹത്തിന് സമ്മതം മൂളിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേൾക്കുന്ന ഋതികയ്ക്ക് സന്തോഷമാകുന്നു. മോള് സമാധാനമായിട്ടിരുന്നു, എല്ലാം സന്തോഷമായി തന്നെ നടക്കുമെന്ന് ഋതികയോട് തമ്പുരാട്ടി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാജു വന്ന കാര്യം അംബികയോട് ചെന്ന് പറയുന്ന ദീപകിനെയാണ്. ഇത്രയും നാളും രാജു എങ്ങനെ ഋതികയെ വിവാഹം കഴിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. എന്നാലേ ഇപ്പോൾ എനിക്കതില്ല. അവന് രമ്യയോടായിരിക്കും ഇഷ്ടമെന്ന് ദീപക് പറയുമ്പോൾ അംബിക പറയുകയാണ്, ഏയ്, അവന് അവളോടും അങ്ങനെയൊന്നുമില്ല. നിന്നെ പോലെയല്ല അവൻ. അവൻ്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലേ ഇപ്പോൾ രണ്ടുപേർക്കും ഈ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ച് ഉണ്ടായേനെ. അവനാകെ രണ്ട് ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതാപൻ്റെ വാലാട്ടിയായിട്ട് നടക്കണം, പിന്നെ അവൻ്റെ കുടുംബവും നോക്കണം, അത്ര തന്നെ. അപ്പോൾ ഈ വിവാഹം നടക്കില്ലേ എന്ന് ദീപക് ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഋതിക നിനക്കുള്ളതാണെന്നും നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ നടത്തിയിരിക്കുമെന്നും അംബിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാധമ്മ രമ്യയുടെ വീട്ടിലേക്ക് വിവാഹ നിശ്ചയത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കാനായി ചെല്ലുന്നതാണ്. വേണുവേട്ടൻ ഒരു തരത്തിലും മയപ്പെട്ട് വരുന്നില്ലല്ലേ എന്ന് രുക്മിണി ചോദിക്കുമ്പോൾ ഇല്ലെന്നും രാജുവിന്റെ ഋതികയുടെ വിവാഹം നടത്തുമെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്നും രാധമ്മ പറയുന്നു. ഈ വരുന്ന ഞായറാഴ്ച ഒരു മുഹൂർത്തമുണ്ട്, നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? അതിനെന്താ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കല്യാണക്കുറി ഇവിടെ തന്നെ അടുപ്പിക്കാമെന്ന് രമ്യയും പറയുന്നു. അങ്ങനെ രാധമ്മ അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് രമ്യയും രുക്മിണിയും. പിന്നീട് കാണിക്കുന്നത് ഋതികയുടെ വീടാണ്. എന്നാലും രാജുവേട്ടൻ മുത്തശ്ശിയുടെ മുമ്പിലും ഒന്നും മനസ്സ് തുറന്ന് പറഞ്ഞില്ലല്ലോ എന്ന് അപ്പു പറയുമ്പോൾ രാജു എന്താ ഇങ്ങനെയായി പോയതെന്ന് ഋതിക ചോദിക്കുന്നു. രാജുവേട്ടൻ നമ്മളിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് ചേച്ചി. എനിക്കെന്താണെങ്കിലും രാജുവിനെ മറന്ന് ജീവിക്കാൻ സാധിക്കില്ല അപ്പു. രാജു ഇല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും മരിച്ചിരിക്കുമെന്നും ഋതിക പറയുന്നു. തുടർന്ന് അപ്പുവിനോട് രാജുവിനെ ഒന്ന് വിളിക്കാനായി പറയുകയാണ് ഋതിക. തുടർന്ന് രാജുവിനെ വിളിക്കുകയാണ് അപ്പു. രാജുവിന് എന്റെ ചേച്ചി ഇഷ്ടമാണോ എന്ന് അപ്പു ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്നും പക്ഷെ അത് വിവാഹം കഴിക്കാനുള്ള ഇഷ്ടമല്ലെന്നും രാജു പറയുന്നു. എന്റെ ചേച്ചി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെങ്കിലും എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഋതികയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് അപ്പു. തുടർന്ന് രാജു കോള് കട്ട് ചെയ്യുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊച്ചമ്മണിയാണ്. ദേഷ്യത്തോടെ ഇരിക്കുന്ന വേണുവിനെ കണ്ടുകൊണ്ട് കൊച്ചമ്മണി പറയുകയാണ്, എന്താണെങ്കിലും ഓണം കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ വേണുവിൻ്റെയും രാധമ്മയുടെയും ഡിവോഴ്സ് എങ്ങനെയെങ്കിലും നടത്തിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് കൊച്ചമ്മണിയും പ്രിയയും ജയനും കൂടി രമ്യയുടെ കാര്യം സംസാരിക്കുന്നതാണ്. അതേസമയം രാധമ്മ വേണുവിന് ആഹാരം കൊണ്ട് ചെല്ലുമ്പോൾ എനിക്ക് ആഹാരം വേണ്ടെന്നും പറഞ്ഞ വാക്ക് സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകുന്നത് തന്നെയാ നല്ലതെന്നും വേണു പറയുന്നു. അപ്പോൾ എന്താ എന്റെ വാക്കിന് വിലയില്ലേ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ കണ്ടവരോട് വാക്ക് പറയുമ്പോൾ എന്നോട് കൂടി ചോദിക്കണമായിരുന്നെന്ന് വേണുവും പറയുന്നു. ഞാൻ വാക്ക് കൊടുത്തതേ ഈ കുടുംബത്തിന് എക്കാലവും നന്ദിയും കടപ്പാടുമുള്ള മറ്റൊരു കുടുംബത്തിനാണെന്ന് വേണു പറയുന്നു. ഞാൻ രുക്മിണിക്ക് വാക്ക് കൊടുത്തത് എനിക്ക് വേണ്ടിയിട്ടല്ല, ശ്രീലക്ഷ്മിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയാണെന്ന് രാധമ്മയും പറയുന്നു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ വിവാഹം നടക്കാനേ പോകുന്നില്ലെന്നും രാജുവും ഋതികയുമായിട്ടുള്ള വിവാഹം മാത്രമേ നടക്കൂ എന്നും വേണു പറയുമ്പോൾ രമ്യ മാത്രമേ എന്റെ മരുമകളായിട്ട് വരികയുള്ളൂന്നും അത് ഞാൻ കാണിച്ചു തരാമെന്നും ദേഷ്യത്തോടെ പറയുകയാണ് രാധമ്മ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.